വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ എ സജീവൻ, ഈ പരാതിക്കാരുടെയൊക്കെ ക്രെഡിബിലിറ്റി പരിശോധിക്കണോ അതോ പരാതിയുടെ സ്ഥിതി എന്താണ് എന്നും അതിൽ വസ്തുതയുണ്ടോ എന്നും പരിശോധിക്കണോ? എന്താണ് വേണ്ടത്? ശങ്കർ റെഡ്ഡിയുടെ കത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എങ്കിലും ഈ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം അതായതുകൊണ്ട് അതിൽ താങ്കളുടെ മറുപടി എന്താണ്? പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി അല്ലല്ലോ ഇവിടെ പ്രധാനം. പരാതിയിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഈ നവാസിൻ്റെ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഞാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹം പണാപഹരണമല്ല, മറ്റു അഴിമതി കേസൊന്നുമല്ല, മറ്റു ചില കാര്യങ്ങളാണ്. എനിക്കറിയാവുന്നിടത്തോളം അത്തരം കാര്യങ്ങളാണ്. അതൊരു വലിയ ക്രിമിനൽ കുറ്റമായിട്ട് ആണ് നമുക്ക് കാണാം. പക്ഷേ അത് ധനാപഹരണമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള അക്രമത്തിലേക്ക് പോകുന്ന കാര്യങ്ങളോ അല്ലാത്തിടത്തോളം അദ്ദേഹത്തിനെതിരെയുള്ള പരാതി, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നില്ല. പിന്നെ അതല്ല, ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ജെനുവിനായിട്ടുള്ളൊരു പരാതി ഉന്നയിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഉന്നയിച്ചാൽ ആൾ നേരത്തെ ഒരു കേസിൽ ജയിലിൽ കിടന്ന ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പരാതിയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയെ പരിഗണിക്കേണ്ടതില്ലല്ലോ. ഇവിടെ പരാതിയുണ്ട്. ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിന് അത് വിജിലൻസ് നേരിട്ട് അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തെ ഉടൻ തന്നെ ജയിലിലടക്കില്ലല്ലോ. ആർക്ക്? ശങ്കർ റെഡ്ഡിയാണെങ്കിൽ ശങ്കർ റെഡ്ഡിയെ ജയിലിലടയ്ക്കാൻ പോകുന്നല്ലോ. അത് കോടതിയിൽ കൊടുക്കും. കോടതി ഇക്കാര്യം പരിശോധിച്ചിട്ട് കോടതിയിൽ ശങ്കർ റെഡ്ഡിക്ക് വാദിക്കാം, മറ്റുള്ള ആളുകൾക്ക് കേസിൽ കക്ഷി ചേർന്ന് വാദിക്കാം. ഇങ്ങനെയൊക്കെ ആയിട്ട് വന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് ശിക്ഷിക്കുക. അവിടെ അപ്പീലിന് പോകാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇപ്പോൾ പരാതിക്കാരൻ്റെ ക്രെഡിബിലിറ്റി അല്ല പ്രശ്നം. ഈ പറയുന്ന രൂപത്തിലുള്ള അഴിമതി, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അത് കാണുമ്പോഴേക്ക് ഏതൊരാൾക്കെതിരെയും ആരോപണം വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ ശരിയായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പോലും പറയും, എനിക്കെതിരെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു, എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയാം. ഇവിടെ അങ്ങനെ അതല്ല. ഞാൻ ശങ്കർ റെഡ്ഡി അങ്ങനെ പറഞ്ഞു എന്നല്ല പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ പറയാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വേണ്ടത് കോടതി മുമ്പാകെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്, അദ്ദേഹത്തിനുള്ള സമയമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടത്ര സമയം കോടതി നൽകുകയും ചെയ്യും. കാരണം നമ്മുടെ ക്രിമിനൽ കേസിൽ ആരോപണ വിധേയനാണ്, പരമാവധി അവസരം കോടതി കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവസരം കിട്ടും. വ്യക്തമാണ്. ശ്രീ പന്തളം സുധാകരൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരിൻ്റെ കാലത്ത് ഭീഷണിപ്പെടുത്തി ഉദ്യോഗസ്ഥരെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കും എന്ന് താങ്കൾ ആരോപിക്കുമ്പോൾ തന്നെയാണ് നവാസ് മുന്നോട്ട് വെച്ച ആരോപണം നിലനിൽക്കുന്നത്. ഈ 10ഓളം പരാതികൾ അല്ലെങ്കിൽ ഇത്തരം പരാതികളെ എല്ലാം തന്നെ ആ കാലത്ത് എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്തിരുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ശങ്കർ റെഡ്ഡി ആ പരാതിക്ക് മുകളിൽ അടയിരുന്നു എന്നത്. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് വിശദവിവരം അറിയില്ല. എന്തായാലും ഞങ്ങൾ ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ അടയിരിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഒരു തരത്തിലുള്ള അന്വേഷണവും ഏത് ഉദ്യോഗസ്ഥൻ ആരുടെ പേരിലും നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല. ഇതേ ഞാൻ വീണ്ടും സുകേഷിനെ കുറിച്ച് ഞാൻ പറയാനേ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും മൂന്നാമത് പറഞ്ഞതും ഒക്കെ ചാനലുകളിൽ കൂടെ കണ്ടവരല്ലേ. അതെ അതെ. സാഹചര്യത്തിൽ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ട് എന്ന് തന്നെയാണല്ലോ വിലയിരുത്തുന്നത്. അതെ, സാഹചര്യത്തിനനുസരിച്ച് പെൻഡുലം പോലെ മാറാൻ പാടില്ല ഒരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ഒരു അന്വേഷണ കമ്മീഷനോ അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ മാറുന്നത് സത്യത്തിൽ ഇതിനെ നമ്മൾ ദോഷമായി ബാധിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് ഇതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ല. സ്ട്രിക്റ്റായിട്ട് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ ഏറ്റവും അവസാനം കുറ്റവാളി എന്ന് തീരുമാനിക്കേണ്ട ബഹുമാനപ്പെട്ട കോടതിയാണ്. ആ കോടതിയിൽ എത്തിക്കാനുള്ള നടപടികളായി മുന്നോട്ട് പോകുന്നതിന് പകരം അതിനിപ്പുറം വെച്ച് ഇതിനെ അട്ടിമറിക്കാനും ഇത് പ്രതിപക്ഷത്തിൻ്റെ തലയെ കയറ്റി വയ്ക്കാനും ഒക്കെ ഉള്ള ശ്രമം ഒരിക്കലും ഒരു ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് ഞങ്ങൾ ഗവൺമെൻറ് ആയിരുന്നെങ്കിലും LDF ആയാലും UDF ആയാലും ആരും അത് ചെയ്യാൻ പാടില്ല. അതിന് ഭൂഷണമല്ല എന്നുള്ള ശക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു കാരണവശാലും ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാർ സൃഷ്ടിക്കുന്ന ഈ അരാജകത്വം കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. ഗവൺമെൻറ്റിന് ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ലജ്ജാകരമാണ്. ഈ സർക്കാരിനെ അലവസരപ്പെടുത്താത്ത കേസുകളിൽ മാത്രമാണ് ഇപ്പോൾ ജേക്കബ് തോമസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷെ മറ്റു പല പേരുകളും പട്ടികയിലുണ്ട്. ആ പേരുകളിലേക്ക് എത്താൻ എന്താണ് താമസം? ഒന്നാമത്തെ പ്രശ്നമൊന്നും ഇതെല്ലാം കോടതിയാണ് പറയുന്നത്. കോടതിയുടെ നിർദ്ദേശ അനുസരണമാണ് എല്ലാ അന്വേഷണങ്ങളും നടക്കുന്നത്. ഒരു അന്വേഷണവും ജേക്കബ് തോമസ് സ്വന്തം നിലയിൽ ചെയ്യുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം, ഇവരിപ്പോൾ പറയുന്നതെന്ന് നല്ല കാര്യം. ഇപ്പോൾ 2013 ടോം ജോസിനെതിരെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇവർ പൂഴ്ത്തിവെക്കുകയായിരുന്നു. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ കോടതിന് മുമ്പിൽ വീണ്ടും കേസും വഴക്കുമായി വീണ്ടും അന്വേഷണത്തിലേക്ക് പോകും. ഇവിടെ ഒരു അന്വേഷണം പോവുകയാണ്. ശങ്കർ റെഡ്ഡിയുടെ കേസ് തന്നെ എടുക്കാം.
ശങ്കർ റെഡ്ഡി എന്താ ചെയ്യേണ്ടത്? ടോം ജോസിനെതിരെ നടപടിയെടുത്തില്ലല്ലോ. എന്നുള്ള തീരുമാനത്തിൽ അല്ലല്ല, അതിനുശേഷം ഇവരുടെ എൻക്വയറിയിൽ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട് രേഖകളെ സംബന്ധിച്ചൊക്കെ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ, കോടതി തലത്തിലല്ല, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ. അതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ തീരുമാനം എടുക്കാതിരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക് ആൾക്കാർ കോടതിയെ സമീപിക്കും. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ശങ്കർ റെഡ്ഡിക്ക് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് പറയുന്നതായിരുന്നാലും ശങ്കർ റെഡ്ഡി പറയുന്ന കാര്യങ്ങളായിരുന്നാലും ഇതൊക്കെ പറയേണ്ടത് എവിടെയാണ്? ജഡ്ജി ബദറുവിൻ്റെ മുമ്പാണ്. എല്ലാ ഇൻവെസ്റ്റിഗേഷനും പൂർത്തീകരിച്ച്, കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് വിജിലൻസ് കൊടുത്തതിന് ശേഷം ഇതാണ് വാദിയുടെ ക്രെഡിബിലിറ്റി. തീർച്ചയായും ഈ കത്തിന്റെ സ്വഭാവം കൂടി കോടതി എങ്ങനെയാണെന്ന് പരിശോധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ പി ബിജു, ശ്രീ എ സജീവൻ, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ പാച്ചർ, നവാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്.